ഇന്നേ ഞങ്ങൾ ചെയ്തൊരു സോപാനത്തിൻ്റെ വർക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അത് ഫസ്റ്റ് ഞങ്ങൾ സൈറ്റ് വന്നിട്ട് അത് അവിടെ ഹോൾ ഇടണം. ഗ്രാനൈറ്റിൽ ഹോൾ ഇട്ടതിന് ശേഷം അതാണ് ഫസ്റ്റ് ജോബ്. അതിന് ശേഷം തന്നെ ഇതുപോലെ പൈപ്പ് കട്ട് ചെയ്ത് അതിലോട്ട് ഇറക്കി വെക്കും. കറക്റ്റ് അളവെടുത്തിട്ട് ഏകദേശം 1.25 ഇഞ്ച് ടൈലിൻ്റെ ടോപ്പിലോട്ട് പൊങ്ങിയിരിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. താഴോട്ട് ഏകദേശം ഒരു 2 ഇഞ്ചോളം ഉള്ളിലോട്ട് പോകും. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഗ്രിപ്പ് ഇടുവാണ് കേട്ടോ. നമ്മൾ സിമെൻറ്റ് കലക്കിയാണ് ആ ഹോളിനകത്ത് ഒഴിച്ചിട്ട് ഈ പൈപ്പ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ സിമെൻറ്റ് കലക്കിയിട്ട് ആ ഹോളിനകത്തെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ പൈപ്പ് അതിൻ്റെ അകത്തോട്ട് ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഉറപ്പിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല. നല്ല ഗ്രിപ്പായിട്ട് നല്ല പിടുത്തത്തിൽ നല്ല ബലത്തിൽ അവിടെ ഇരുന്നോളും. അതിന് ശേഷം ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് ബേസ് കപ്പ് ഇടും. ബേസ് കപ്പ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ഹോളുള്ള 1.5 ബോളുണ്ട്, 1.5 ഇഞ്ചിൻ്റെ ബോൾ. അത് നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ടാണ് അത് ഇടുന്നത്. അതാണ് ബേസ് കപ്പായിട്ട് ഇടുന്നത്. അതിനുശേഷം അതിൻ്റെ ടോപ്പിലൂടെ ഒരു 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് പോകുന്നുണ്ട് താഴത്തെ ലെയറിൽ കണ്ടോ. ഇതുപോലെ 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ട് ഉണ്ട്. അതിനുശേഷം തന്നെ ഈ സോപാനം വരുന്നുണ്ട്. 3/4 ഇഞ്ചിൻ്റെ തന്നെ സോപാനത്തിൻ്റെ ബെൻഡ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കിട്ടും. അത് കൊടുത്ത് സെറ്റാക്കും. അതിൻ്റെ ടോപ്പിലായിട്ട് 2 ഇഞ്ചിൻ്റെ റൗണ്ട് വൈപ്പ്. അതുകൊണ്ട് ഇത് 2 ഇഞ്ചിൻ്റെ റൗണ്ട് വൈപ്പാണ്. അത് ചെയ്ത് ഇങ്ങനെ 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് കോർണർ വരുന്ന ഭാഗമാണ്. ഇങ്ങനെ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കും. ഇതെല്ലാം റെഡിയാക്കിയിട്ട് അതെല്ലാം പോളിഷിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് 2 സോപാനമെൻ്റ് അടുപ്പിച്ച് വരുന്ന ഒരു ഡിസൈനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് 1/2 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ചിൻ്റെ റൗണ്ട് വൈപ്പാണ് കേട്ടോ. 1/2 ഇഞ്ചിൻ്റെ 3 റൗണ്ട് വൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് ബോൾട്ടിട്ടുണ്ട്. ടിഗ് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. സെറ്റിങ് ചിലപ്പം ആർക്ക് വെൽഡിങ് ചെയ്യാറുണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ 2 പേരൊക്കെ ഉള്ളപ്പോൾ ഒരു ആർക്ക് വെൽഡിങ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. പിന്നീട് ഫൈനൽ ഫിനിഷ് ചെയ്യുന്നത് ടിഗ് വെൽഡിങ്ങിലായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഇത്. വെൽഡിംഗ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഗ്രൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 120ൻ്റെ ഫ്ലാപ്പ് ഡിസ്ക് ഇട്ടാണ് ആദ്യം പിടിക്കുന്നത്. അതിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് അടുത്തത് മാറ്റ് വീൽ എന്ന് പറയും. റോസ് കളർ ഒരു വീലുണ്ട്. അതിട്ട് നല്ലതായിട്ട് പോളിഷ് ചെയ്ത് കുറച്ചുകൂടെ മിനുസം വരുത്തും. അതിന് ശേഷം ക്ലോത്ത് വീല്, ബഫിംഗ് വീൽ എന്ന് പറയും. അതിട്ട് ഒരു സോപ്പുണ്ട്. ആ സോപ്പും കൂടെ ചേർത്താണ് നമുക്കത് പോളിഷിങ്ങിൻ്റെ ഫൈനൽ പോളിഷിങ് ആകുന്നത്. വർക്കെല്ലാം കഴിയാറായപ്പോൾ സന്ധ്യയായി കേട്ടോ. ഇതാണ് ഫൈനൽ പോളിഷിങ് തീരാറായി. ഇനി ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കപ്പെല്ലാം വെൽഡ് ചെയ്യണം. കപ്പെല്ലാം വെൽഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഫൈനലായിട്ടുള്ള രീതിയാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വർക്കെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള വീഡിയോ ആണ്.